ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ആദ്യം നോക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ലിഫ്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് കുറച്ച് ക്ലാസ് കൂടി ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ കീ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ഓപ്ഷനും വായിച്ച ശേഷം മാത്രം എന്ത് ചെയ്യുക, ആൻസർ കീയിലേക്ക് ശ്രദ്ധ നൽകാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഏകദേശം 3800 ആൾക്കാരാണ് കൺഫർമേഷൻ നൽകിയിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് 3 വേക്കൻസി എന്തായാലും ഉണ്ടാവും. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ചോദ്യം, ദി ടൂൾ യൂസ്ഡ് ഫോർ മാർക്കിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ആംഗിൾ 90 ഡിഗ്രി മാർക്ക് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഏതാണ്? ട്രൈ സ്ക്വയർ ഉണ്ട്, മൈറ്റ് സ്ക്വയർ ഉണ്ട്, ബിവൽ സ്ക്വയർ ഉണ്ട്, സ്ട്രൈറ്റ് എഡ്ജ് ഉണ്ട്. സ്ട്രൈറ്റ് എഡ്ജിൻ്റെ ഉപയോഗം നമുക്കറിയാം. ബിവൽ സ്ക്വയർ അതർ ദാൻ 90 ഡിഗ്രിയാണ്. മൈറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി, 45 ഡിഗ്രി, 135 ഡിഗ്രിയാണ്. ട്രൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ടെസ്റ്റിംഗ് ഓഫ് ആംഗിൾ ഓഫ് 90 ഡിഗ്രിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, വൈ റൊട്ടേറ്റബിൾ ബിവൽസ് ആർ യൂസ്ഡ് ഇൻ ഡയൽ ഇൻഡിക്കേറ്റർ? നമ്മുടെ ഫ്ലൈ വീലിൻ്റെയും അല്ലെങ്കിൽ സർഫസിൻ്റെ ഒക്കെ അതിൻ്റെ മുകളിലൂടെ ഡയൽ ഇൻഡിക്കേറ്റർ വെച്ചിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഡയൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്ലക്ഷൻ ചെയ്യൂലേ, അതെന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റഫ്നെസ്, വേവ്നെസ്, ചെറിയ ഇംപെർഫെക്ഷൻസ് അതുവരെ നമുക്ക് എന്ത് ചെയ്യും, മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ആ ഡിഫ്ലക്ഷൻ അതിൽ കാണിക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, റൊട്ടേറ്റബിൾ ബിവൽസ് എന്തിനാണ് ഡയൽ ഇൻഡിക്കേറ്ററിൽ യൂസ് ചെയ്തിരിക്കണമെന്ന് ചോദിച്ചിരുന്നത്. നമുക്ക് ആ ബിവൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ 0 സെറ്റിങ്ങിലേക്ക് ഫൈനലായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ ആണോ? വർക്ക് ഓഫ് മെഷീൻ സെറ്റിംഗ് അല്ല, ആക്ട് ആസ് ആൻ ഓഫ് സെറ്റ് അറ്റാച്ച്മെൻ്റ് അല്ല, പ്രിവെൻറ്റ് ഷോക്കും അല്ല. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൊട്ടേറ്റബിൾ ബിവൽ ഡയൽ ഇൻഡിക്കേറ്ററിലെ റൊട്ടേറ്റബിൾ ബിവൽ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേക്കിംഗ് ഫൈനൽ 0 സെറ്റിംഗ് അതിൻ്റെ സൈഡിലാണ് ഉണ്ടാവുക. മൂന്നാമത്തെ ചോദ്യം, ദി കണക്ഷൻ ലിങ്ക് യൂസ്ഡ് ടു മേക്ക് എ കണക്ഷൻ ബിറ്റ്വീൻ സ്ലിംഗ് ആൻഡ് ലോഡ് ടു ബി ലിഫ്റ്റഡ് ഈസ്? നമ്മളെ ട്രേഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മൾ സ്ലിങ്ങിൻ്റെയും ലോഡിൻ്റെയും ലോഡ് നമ്മൾ ലിഫ്റ്റ് ചെയ്യണ ലോഡിൻ്റെ ഇടയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണക്ഷൻ ലിങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ഹോയിസ്റ്റ് ആണോ പുള്ളിയാണോ എന്നൊക്കെ വിചാരിക്കും. പുള്ളി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റോപ്പാണെങ്കിൽ, ഗിയർഡ് റോപ്പാണെങ്കിലും ഗിയർലെസ് ഇല്ലാത്ത റോപ്പ് ഡ്രൈവ് ആണെങ്കിലും നമുക്ക് ആ അടിയിൽ നിന്നും ഈ പുള്ളിയിലേക്കും ഈ പുള്ളിയിൽ നിന്ന് കൗണ്ടർ വെയിറ്റിലേക്കുമാണ് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അപ്പോൾ പുള്ളി എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പവർ ട്രാൻസ്മിഷൻ്റെ ഇടയിൽ വരുന്നൊരു കമ്പോണൻ്റാണ്. ഇതിൽ നമ്മളെ കണക്ഷൻ ലിങ്കായിട്ട് വരുന്നത് ഷാക്കുകളാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നമ്മളെ ലിഫ്റ്റിൻ്റെ ബുക്കെല്ലാം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കറക്റ്റായി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത ക്ലാസ് നമ്മൾ തൊട്ടടുത്ത ദിവസം ഡിസംബർ 12 or 17 എക്സാം. ഡിസംബർ 1 മുതൽ നമ്മൾ എന്തായാലും വീഡിയോസ് ചെയ്യും. ഇനി നാലാമത്തെ ചോദ്യം, ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. റിബറ്റ് യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാമല്ലേ, സ്നാപ്പ് ഹെഡ് ആണെന്ന് അറിയാമല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഷിപ്പിൽ ഉപയോഗിക്കുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ PSC കുറച്ച് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ നോക്കി വെക്കുക. അഞ്ചാമത്തെ, ദി ആർക്ക് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്? നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ വെൽഡിങ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഷോക്ക് ഏൽക്കാത്തതിൻ്റെ കാരണം അത് ഈ മെഷീൻ ഉപയോഗിക്കണോണ്ടാണ്. എന്താണ്, നമ്മളതിൽ എന്ത് ചെയ്യും, അതിൻ്റെ വോൾട്ടേജ് എന്ത് ചെയ്യും, കുറച്ച് വെക്കും. നമ്മളിപ്പോൾ സിംഗിൾ ഫേസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 230 വോൾട്ടിന് നമ്മൾ എന്ത് ചെയ്യും, വളരെ കുറച്ച് വെക്കും. അപ്പോൾ എന്ത് ചെയ്യും, വോൾട്ടേജ് കൂടുമ്പോൾ പവർ ഈക്വൽ ടു വി ഐ അല്ലെങ്കിൽ VI cos φ അങ്ങനെയല്ലേ. അപ്പോൾ P/I നമുക്ക് P = V × I എന്ന് ജസ്റ്റ് ജനറലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ എഴുതാം. പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അപ്പോൾ വോൾട്ടേജ് നമ്മൾ കുറക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും, കറണ്ട് എന്ത് ചെയ്യും, കൂടും. അതാണ് നമ്മളെ ആർക്ക് വെൽഡിങ് മെഷീനിൽ, അത് റെക്ടിഫയർ സെറ്റ് ആയിക്കോട്ടെ അതിലും, ഇനി ട്രാൻസ്ഫോമർ സെറ്റ് ആയിക്കോട്ടെ അതിലും ചെയ്യുന്നത്. അപ്പോൾ ലോ വോൾട്ടേജ് ആൻഡ് ഹൈ കറണ്ടാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. ഇനി ക്വസ്റ്റ്യൻ 6, ദി ഫ്ലക്സ് യൂസ്ഡ് ഇൻ ബ്രേസിങ്? എന്താണ് സോൾഡറിങ്, എന്താണ് ബ്രേസിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ബ്രേസിങ്ങിൽ ഫ്ലക്സായി ഉപയോഗിക്കുന്നത് ബൊറാക്സ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ്. ഈ സ്റ്റീൽ ഷീറ്റിൽ സിങ്ക് ക്ലോറൈഡ്, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ, ഈ സിങ്ക് ക്ലോറൈഡ് എവിടെ ഉപയോഗിക്കുക, അതുപോലെ തന്നെ അമോണിയം ക്ലോറൈഡ് എവിടെ ഉപയോഗിക്കുക എന്നൊക്കെ നമ്മൾ നോക്കി വെക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ 7, ഹൗ മെനി ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആർ ദെയർ ബേസ്ഡ് ഓൺ ഡെപ്തിനെ ബേസ് ചെയ്തിട്ട് ഷാലോ ഫൗണ്ടേഷൻ, ഡീപ്പ് ഫൗണ്ടേഷൻ അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ. അത് എത്ര ടൈപ്പ് ഉണ്ട് എന്നാണ്, എത്ര ടൈപ്പാണ് നമ്മൾ പറഞ്ഞു തന്നെയാണ് ആൻസർ 2, ഷാലോ, ഡീപ്പ് ഫൗണ്ടേഷൻ.
ക്വസ്റ്റ്യൻ 8 സൈസ് ഓഫ് എ വയർ റോപ്പ് ഇസ് സ്പെസിഫൈഡ് ബൈ ഇറ്റ്സ്. നമ്മളെ ട്രേഡ് ബേസ്ഡ് എക്സാമാണ്, ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലിഫ്റ്റിൻ്റെ എല്ലാം അതിൻ്റെ വയർ റോപ്പ് ഉണ്ടല്ലോ അതിൻ്റെ സൈസ് അത് നോമിനൽ ഡയാമീറ്റർ വെച്ചിട്ടാണോ, നമ്പർ ഓഫ് സ്ട്രാൻഡ്, അതായത് നമുക്കറിയാം സ്റ്റീലിൻ്റെ ഒക്കെ റോപ്പ് ഓരോ സ്റ്റീലിൻ്റെ സ്ട്രാൻഡും വെച്ചിട്ട് ഇങ്ങനെ പണച്ചുണ്ടാക്കിയതല്ലേ, അതുപോലെ തന്നെ നമ്പർ ഓഫ് വയേഴ്സ് പെർ സ്റ്റാൻഡ് ആണോ, ലെങ്ത് ഓഫ് വയർ ആണ്. ലെങ്ത് ഓഫ് വയർ ഒക്കെ വെച്ചിട്ട് നമ്മൾ കയറിൻ്റെ സ്പെസിഫൈ ചെയ്യുമോ, ഇല്ലല്ലോ. എന്താണ് അതിൻ്റെ ഡയാമീറ്റർ വെച്ച്, ഡയാമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നോമിനൽ ഡയാമീറ്റർ അല്ല, സ്ട്രാൻഡിൻ്റെ ഡയാമീറ്റർ അല്ല, ആ എല്ലാ സ്ട്രാൻഡും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് അതിൻ്റെ നോമിനലായിട്ടുള്ള ഡയാമീറ്റർ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു വയർ റോപ്പിനെ സ്പെസിഫൈ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 9 സിമ്പിളാണ്. എ ഹാക്സോ ബ്ലേഡ് ഇസ് സ്പെസിഫൈഡ് ബൈ ഇസ്. എന്താണ് അതിൻ്റെ ലെങ്ത് ആണ്. ആ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു പിൻ ഹോളിൻ്റെ സെൻറ്ററിൽ നിന്നും ഓപ്പോസിറ്റ് വരുന്ന പിൻ ഹോളിൻ്റെ സെൻറ്റർ 250 300 നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ആട്ടോ, മില്ലിമീറ്ററാണ്. 25 മില്ലിമീറ്ററും 30 മില്ലിമീറ്റർ സ്റ്റാൻഡേർഡാണ് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ലെങ്ത്തുകൾ ഹാക്സോ ബ്ലേഡിൻ്റെ. പിന്നെ തന്നെ ഹാക്സോ ബ്ലേഡിൻ്റെ സെറ്റുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. എന്താണ് വേവ് സെറ്റ്, എന്താണ് സ്റ്റാഗേർഡ് സെറ്റ്. പിന്നെ ഹാക്സോ ബ്ലേഡിൻ്റെ പിച്ച് ഒന്ന് പഠിച്ചു വെക്കുക. ഫൈൻ പിച്ച്, മീഡിയം പിച്ച്, 0.8, 1 and 1.4, 1.8 ഇതിൻ്റെ ഈ പിച്ച് ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 10 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സോളിഡ് ലൂബ്രിക്കൻറ്റ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എപ്പോഴും ചോദിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടുണ്ടല്ലേ. എന്താണ് ഗ്രാഫൈറ്റ്, സെമി സോൾഡ്, ഗ്രീസൊക്കെ ഏത് വരും, സെമി സോൾഡ് വരും. ഇനി കോപ്പറൊന്നും ലൂബ്രിക്കൻ്റ് അല്ല കേട്ടോ. ഇനി വൈൽ ദി സ്ലാഗ് ഓർ ഗ്രൈൻഡിങ് വിച്ച് ഈസ് സോറി ഞാൻ വായിച്ച് തെറ്റിപ്പോയതാണ്. വൈൽ ചിപ്പിംഗ് ദി സ്ലാഗ് ഓർ ഗ്രൈൻഡിങ് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് ഐ. നമ്മളിപ്പോൾ ഒരു ഉള്ളി കൊണ്ടൊക്കെ മേടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിപ്പോ അല്ലെങ്കിൽ അതിൻ്റെ സ്പാറ്റർ ചെയ്യുന്ന ഗ്രൈൻഡ് ചെയ്ത പീസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ കണ്ണിലേക്ക് സ്പാറ്റേഴ്സൊക്കെ തെറിക്കൂലേ. അപ്പോൾ നമ്മൾ കണ്ണിനെ ടു പ്രൊട്ടക്റ്റ് ഐസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏതാണിത്, ഡാർക്ക് ഗ്ലാസ്, സൺഗ്ലാസ്, മാസ്ക്, ഗോഗിൾസ് ആണ് കേട്ടോ. ഡാർക്ക് ഗ്ലാസ് അല്ലെങ്കിൽ വെൽഡിങ് ഗ്ലാസ് ഒക്കെ നമ്മൾ വെൽഡിങ്ങിൻ്റെ ടൈമിലാണ് ഉപയോഗിക്കുക. ക്വസ്റ്റ്യൻ 12 ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡ്രൈവ്സ് ദർ ഇസ് നോ സ്ലിപ്പ്. നമ്മൾ ട്രേഡ് ബേസിൽ അതുപോലെ അല്ലെങ്കിൽ മെക്കാനിക്കൽ ബേസിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. നമുക്ക് ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ, ലിഫ്റ്റിൻ്റെ കേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏത് ഡ്രൈവിലാണ് സ്ലിപ്പ് ഇല്ലാത്തത് എന്നാ. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൽ നമ്മൾ സ്ലിപ്പിൻ്റെ ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലേ. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിലും ക്രോസ് ബെൽറ്റ് ഡ്രൈവിലും എന്ത് ചെയ്യുന്നുണ്ട്, സ്ലിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ റോപ്പ് ഡ്രൈവിലും സ്ലിപ്പ് ഉണ്ട്. പക്ഷേ ചെയിൻ ഡ്രൈവിൽ എന്തില്ല, ചെയിൻ ഡ്രൈവ്, ഗിയർ ഡ്രൈവ് അതുപോലത്തെ ആ ഡ്രൈവിലൊന്നും എന്തില്ല, സ്ലിപ്പില്ല. ഇനി സിമ്പിൾ ചോദ്യം കേട്ടോ ഇത്, 12ാമത്തെ സിമ്പിൾ ചോദ്യമാണ്. 13 ദി പോയിൻ്റ് ആംഗിൾ ഓഫ് എ സെൻറ്റർ പഞ്ച്. ചോദിച്ചത് നമുക്ക് മടുത്തതാണ്. 90 ഡിഗ്രിയാണ് സെൻറ്റർ പഞ്ച്. ഇനി ഡോട്ട് പഞ്ച് അല്ലെങ്കിൽ പ്രിക് പഞ്ച് 2 ടൈപ്പ് ഉണ്ട്. പ്രിക് പഞ്ചും ഡോട്ട് പഞ്ചും ഉണ്ട്. 30 ഡിഗ്രി 60 ഡിഗ്രി. ഇനി അതിൻ്റെ അപ്ലിക്കേഷൻ കൂടി പഠിച്ചു വെക്കുക. ഡിവൈഡർ മാർക്ക് അതുപോലെ തന്നെ വിറ്റ്നസ് മാർക്കിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിക്കും. നമ്മൾ മുന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ജൂനിയർ സെറ്ററിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ പ്ലേലിസ്റ്റിലും നമ്മൾ അത് അവൈലബിൾ ആണ്. ലെസ് ക്രാക്ക് ഇറ്റ് എന്നതിൻ്റെ പേര്, അതിൽ നോക്കി വെക്കുക. അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതൊക്കെ പഠിക്കാം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. ക്വസ്റ്റ്യൻ 14 ദി വെൽഡിംഗ് പ്രോസസ് ദാറ്റ് യൂസ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്. ഇതും ചോദിച്ച് നമുക്ക് കണ്ടതാണ്. ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് ആണ്. ടിഗ് ആണ് കേട്ടോ. ടിഗിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ടങ്സ്റ്റൻ്റെ ഇലക്ട്രോഡാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ടങ്സ്റ്റൻ എന്ത് ചെയ്യില്ല, കൺസ്യൂമബിൾ ആവില്ല, കത്തി തീരൂല. സിമ്പിൾ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ 15 വാഷർ ഈസ് യൂസ്ഡ് ടു, ട്രേഡ് ബേസ്ഡ് എക്സാമാണ്. വാഷർ ഈസ് യൂസ്ഡ് ടു ഫിൽ അപ്പ് ദി ആക്സിയൽ ഗ്യാപ്പ്, പ്രൊവൈഡ് ബിയറിംഗ് ഏരിയ, പ്രൊവൈഡ് കുഷനിങ് ഇഫക്റ്റ്, അബ്സോർബ് ഷോക്ക് ആൻഡ് വൈബ്രേഷൻ. നമുക്ക് അബ്സോർബ് ഷോക്ക് ആൻഡ് വൈബ്രേഷൻ അല്ലാത്ത എല്ലാ ഓപ്ഷനും നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഒരു ശരിയാണെന്ന് തോന്നും. പക്ഷേ നമ്മൾ വാഷർ കൊടുക്കുന്നത് ഈ നെട്ടും ഈ സർഫസും തമ്മിൽ ഒരു ബിയറിംഗ് ഏരിയ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ബി ആണ്, പ്രൊവൈഡ് ബിയറിംഗ് ഏരിയ ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 16 എ ഫ്ലാഞ്ച് കപ്ലിംഗ് ഈസ് യൂസ്ഡ് ടു കണക്ട് 2 ഷാഫ്റ്റ്. ഫ്ലാഞ്ച് കപ്ലിംഗ് നല്ലൊരു ചോദ്യമാണ് കേട്ടോ. 2 ഷാഫ്റ്റിൻ്റെ ഇടയിൽ നമ്മൾ ഫ്ലാഞ്ച് കപ്ലിംഗ് എപ്പോഴാണ് കൊടുക്കുക ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ്ലി അലൈൻ ചെയ്തിട്ടുള്ള 2 ഷാഫ്റ്റുകൾ തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലാഞ്ച് കപ്ലിംഗ് കൊടുക്കുക. നമ്മൾ ഓവർസിയറിൻ്റെയും ഡ്രാഫ്റ്റ്മാൻ്റെയും ആ ഗ്രാഫിക്സിൻ്റെ എക്സാമ്പിളൊക്കെ ഫ്ലാഞ്ച് കപ്പിൻ്റെ ചിത്രമൊക്കെ പഠിച്ചാണല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 17 വാട്ട് ഡസ് COP സ്റ്റാൻഡ് ഫോർ. ഇത് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് അല്ല. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. കാർ ഓപ്പറേറ്റിംഗ് പാനൽ, ക്ലീൻ ഓയിൽ പിറ്റ്സ്, കാർ ഔട്ട്സൈഡ് പാനൽ, ക്ലീൻ ഔട്ട്സൈഡ് പാർട്സ്. എന്താ നമ്മൾ ഈ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ ലിഫ്റ്റിൻ്റെ ആ റൂമാണ്.
ഓക്കെ ആണോ? അതിൻ്റെ പാനലാണ് COP, കാർ ഓപ്പറേറ്റിംഗ് പാനലാണ് COP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18, വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് കൗണ്ടർ വെയിറ്റ്? നമ്മൾ ലിഫ്റ്റിൽ നമ്മൾ എക്സ്പ്ലനേഷൻ പിന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടാട്ടോ. ലിഫ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, റോപ്പ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഒരു റോപ്പിൻ്റെ അറ്റം നമ്മൾ ഈ കാറിൽ അല്ലെങ്കിൽ ക്യാബിൽ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ അറ്റം ഈ പുള്ളിയുടെ മുകളിലൂടെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഇങ്ങനെ 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 ഇട്ടിട്ട് നമ്മൾ അടിഭാഗത്ത് ഇവിടെ കുറച്ച് കൗണ്ടർ വെയിറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഇതിവിടെ നേരെ ഈ ഓപ്പോസിറ്റിലാട്ടോ, ഈ കാണാൻ കൗണ്ടർ വെയിറ്റ് കണ്ടോ. അപ്പോൾ ഈ നമ്മൾ ഈ കാർ അല്ലെങ്കിൽ ക്യാബിന് എന്ത് ചെയ്യും, താഴുമ്പോൾ ഈ കൗണ്ടർ വെയിറ്റ് എന്ത് ചെയ്യും, പൊന്തും. അതായത് ഫ്രീ ഫാളായിട്ട് വീഴാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ കൗണ്ടർ വെയിറ്റ് കാരണം നമ്മൾ ഈ ക്യാബിനെ അനുവദിക്കില്ല. നമ്മൾ വെള്ളം കോരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ, വെള്ളം കോരുമ്പോൾ കപ്പിയുടെ ഒരു ഭാഗത്ത് നമ്മളെ കൈയാണ് കൗണ്ടർ വെയിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. മറ്റേത് നമ്മുടെ വെള്ളത്തിൻ്റെ പാട്ട. ഓക്കെ ആണോ? ഏകദേശം അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. കാരണം ഈ കൗണ്ടർ വെയിറ്റ് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ ബ്ലാക്ക് സാധനം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും കേട്ടോ. കൗണ്ടർ വെയിറ്റ് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫ്രീ ഫാളായിട്ട് വീഴും അല്ലേ. റിട്ടേൺ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും, മോട്ടറാണെന്നൊന്നും പറഞ്ഞതല്ല, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ ഫ്രീ ഫാൾ ചെയ്യും. അതിനെ മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് COP ഒക്കെ കാണാമല്ലേ, കാർ ഓപ്പറേറ്റിംഗ് പാനലൊക്കെ ഇവിടെ കാണാമല്ലേ. നമ്മൾ എക്സ്പ്ലനേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ജൂനിയർ അസിസ്റ്റൻ്റ് എല്ലാ വീഡിയോസും ചെയ്യേണ്ട കാരണം നമ്മൾ ഡിസംബർ മുതലായിരിക്കും ചെയ്യാം. പിന്നെ അത്യാവശ്യം വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ലിഫ്റ്റിൻ്റെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ എക്സാം എഴുതുന്നുണ്ട്, പക്ഷേ വീഡിയോ ചെയ്യാൻ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ഷീറ്റ് മെറ്റലിൻ്റെ വീഡിയോ അതുപോലെ വുഡ് വർക്കിൻ്റെ വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ലിഫ്റ്റിന് എന്തായാലും ചെയ്യും, പക്ഷേ ഡിസംബറിലാവും. ഡിസംബർ 1-ാം തീയതി മുതലായിരിക്കും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു അല്ലേ. കൗണ്ടർ വെയിറ്റിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ദി വെയിറ്റ് ഓഫ് ദി കാർ. നമ്മളെ ആ ക്യാബിൻ്റെ ലിഫ്റ്റിൻ്റെ വെയിറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൺട്രോൾ ദി ഡോർ ഓഫ് ദി കാർ അല്ല, ബാലൻസ് ദി വെയിറ്റ് ഓഫ് ദി കേബിൾ അല്ല കേട്ടോ. കേബിളിനൊന്നും അത്ര വലിയ വെയിറ്റ് ഉണ്ടാവില്ല. ബാലൻസ് ദി വെയിറ്റ് ഓഫ് റോപ്പും അല്ല, അത് രണ്ടുമല്ല. അപ്പോൾ ഓപ്ഷൻ സിമ്പിളാണ്. പിന്നെ അറിയാത്ത ആൾക്കാർക്ക് ഇതിനെ ചിത്രം കാണാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനൊക്കെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 19, ദി ഡിവൈസ് ഡിസൈൻ ടു സ്റ്റോപ്പ് എ ഡിസെൻഡിങ് കാർ. നോക്കിക്കോ, ഡിസെൻഡിങ് കാർ ഓ കൗണ്ടർ വെയിറ്റ് ബിയോണ്ട് ഇസ് നോർമൽ ലിമിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, അതിനേക്കാളും കൂടുതൽ നോർമൽ ലിമിറ്റാണ് നമ്മൾ ബഫർ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, അതിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക, ഡിസെൻഡിങ് സ്റ്റോപ്പ് ചെയ്യുക. ഇറങ്ങുമ്പോഴാണ് വലിയ പ്രശ്നം വരിക കേട്ടോ. 20, എലിവേറ്റർ കാർ ഈസ് സസ്പെൻഡ് ഓൺ ദി മെയിൻ റോപ്പ് ബൈ മീൻസ് ഓഫ് എ ഫ്രെയിം കാൾഡ്. നമ്മൾ ഈ എലിവേറ്ററിൻ്റെ ലിഫ്റ്റ് അല്ലെങ്കിൽ ക്യാബ് ഉണ്ടല്ലോ, ആ ലിഫ്റ്റിൻ്റെ ക്യാബിന് അത് നമ്മളെ മെയിൻ റോപ്പിൽ തൂങ്ങി കിടത്തുക ചെയ്യുക. അത് ഒരു ഫ്രെയിമിൻ്റെ സഹായത്താൽ. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്ലിങ് എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ചിത്രം നമ്മളുണ്ട്, പക്ഷെ നമുക്ക് നോക്കി നോക്കാം. ഒരുപാട് ചിത്രമുണ്ട്, ഓരോ പാർട്സും ഡീറ്റെയിൽ ആയിട്ട് അവർ തന്നിട്ടുമുണ്ട്. നമുക്കത് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇനി 21, എ ഡിവൈസ് which act as stopping mechanism when elevator runs beyond its rated speed. നമ്മൾ ആദ്യം ബിയോണ്ട് ഇസ് നോർമൽ ലിമിറ്റ് ആണെങ്കിൽ എന്ത് ഉപയോഗിച്ചു, ബഫർ ഉപയോഗിച്ചു. ഇവിടെ ബഫർ ഉപയോഗിച്ചു. അത് റേറ്റഡ് സ്പീഡിനേക്കാട്ടിലും കൂടുതലാണെങ്കിൽ, അതിനേക്കാട്ടിലും കൂടുതൽ ഓടുകയാണെങ്കിൽ നമ്മൾ ഈ സാധനത്തിനെ സ്റ്റോപ്പ് ചെയ്യണ്ടേ, അത് ഉപയോഗിക്കണ മെക്കാനിസമാണ് ഇത്. ലിമിറ്റ് സ്വിച്ച് അല്ല, ഹൈഡ്രോളിക് റാം അല്ല, ട്രാക്ഷൻ ഷീവ് അല്ല, ഓവർ സ്പീഡ് ഗവേർണർ. നമുക്ക് ലിമിറ്റ് സ്വിച്ച് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതുകൊണ്ട് റിലേറ്റ് ചെയ്തിട്ട് കുത്താൻ തോന്നുന്നു. പക്ഷേ എന്താണ് ആൻസർ, ഏതാണ്, ഓവർ സ്പീഡ് ഗവേർണറാണ്. ക്വസ്റ്റ്യൻ 22, 1 മൈക്രോമീറ്റർ ഈസ് ഈക്വൽ ടു, സിമ്പിൾ ചോദ്യം, 0.001 മില്ലിമീറ്റർ ആണ് ഒരു മൈക്രോമീറ്റർ. ഇങ്ങനെ ഡെസിമീറ്റർ എത്രയും ചോദിക്കും, 10 സെൻറ്റിമീറ്റർ ആണ്. അതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ ഇഞ്ചിൻ്റെ കൺവേർഷൻ ചോദിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 23, ഇഫ് ദി ബെൽറ്റ് ഓഫ് ആൻ ഇലക്ട്രിക് മോട്ടോർ ഈസ് ബ്രോക്കൺ. നമ്മൾ ഇലക്ട്രിക് മോട്ടോറിൻ്റെ ബെൽറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് നീഡ്സ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് മെയിൻ്റനൻസ്. അതെന്താണ്, കറക്റ്റീവ് ആണോ, ഷെഡ്യൂൾഡ് പൊട്ടിക്കഴിഞ്ഞാൽ ഷെഡ്യൂൾഡും പറ്റുമോ? സാധനം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പ്രിവെൻറ്റീവ് പറ്റുമോ, ഇല്ലല്ലോ ടൈമിൽ പറ്റുമോ, എന്ത് ചെയ്യണം, അത് പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിന് കറക്റ്റ് ചെയ്യണം. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഒക്കെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബെൽറ്റ് പൊട്ടാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേൺ ഔട്ട് ലിമിറ്റിനേക്കാട്ടിലും തേഞ്ഞ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ബെൽറ്റ് മാറ്റി ഇടലാണ് ഇത് നമ്മളെ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്. ടൈപ്പ് ഓഫ് മെയിൻ്റനൻസ് ഈസ് ഡൺ ബിഫോർ. ചോദ്യം സിമ്പിളാലോ, ഞാൻ ചോദ്യം കണ്ടിട്ടില്ല കേട്ടോ. ഓപ്ഷൻ എ, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് കാരണം എന്താ, ടൈപ്പ് ഓഫ് മെയിൻ്റനൻസ് ഈസ് ഡൺ ബിഫോർ ഫെയിലിയർ. സിമ്പിൾ ചോദ്യമാണ്. ദ ഡിവൈസ് വിച്ച് കണക്ട് ദി എലിവേറ്റർ കാർ ആൻഡ് ലാൻഡിംഗ് ഡോർ വിത്തൗട്ട് ബാക്ക്. ഒരു അനക്കം, ഒരു ചെറിയൊരു ബാക്ക്ലാഷ് പോലും ഇല്ലാതെ നമ്മുടെ എലിവേറ്റർ കാറിനെയും ലാൻഡിംഗ് ഡോറിനെയും കണക്ട് ചെയ്യുന്ന ഡിവൈസിൻ്റെ പേരാണിത്, ഡോർ കപ്ലർ കേട്ടോ. ഡോർ കപ്ലർ എന്ന് പറയും. ഇനി ക്വസ്റ്റ്യൻ 26,
ഡോർ ട്രാക്ക് അല്ല, ഡോർ കോൺടാക്റ്റ് അല്ല, ഡോർ മോട്ടോർ അല്ല. സിമ്പിളാണ് ഇത്. ഓപ്ഷൻസ് വൈസ് സിമ്പിളാണ്. ഇനി ക്വസ്റ്റ്യൻ 26, ഇറ്റ് ഈസ് യൂസ്ഡ് ടു നോ ദി ഇലവേറ്റർ കാർ പൊസിഷൻ. നമ്മൾ ഇലവേറ്ററിൻ്റെ കാറിൻ്റെ പൊസിഷൻ ഇപ്പോൾ എവിടെ എത്തിയെന്നൊക്കെ നമുക്ക് അറിയണത് ഏതാ? നമ്മളെല്ലാവരും ലിഫ്റ്റ് കയറിയില്ലേ? ഏതാണ് ആൻസർ? ഏതാ? ലാൻഡിംഗ് പുഷ് ബട്ടൺ അല്ല, ഡോർ കോൺടാക്റ്റ്, ഡോർ സീൽ അല്ല, എന്താ? ഫ്ലോർ പൊസിഷൻ ഇൻഡിക്കേറ്റർ. സിമ്പിൾ ചോദ്യമാണ്. 27 അല്ലേ? 16, 17 ഇങ്ങനെ ആരോ മാർഗം കാണിച്ചിട്ട് ഇങ്ങനെ കാണൂലേ? ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ സേഫ്റ്റി ഡിവൈസ് ഓൺ എലവേറ്റർ. എലവേറ്ററിൽ സേഫ്റ്റി ഡിവൈസ് അല്ലാത്തതാട്ടോ. നോട്ട് എന്നുള്ള വാക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയി ഒന്ന് നോക്കി വെക്കുക. ഇനി ഡോർ ലോക്ക്. ഡോർ ലോക്ക് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ പുറത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓവർ സ്പീഡ് ഗവേർണർ നമ്മൾ നോക്കിയില്ലേ? റൈറ്റ് സ്പീഡിനെക്കാട്ടിലും കൂടിയിരിക്കുകയാണെങ്കിൽ കാൾ ബട്ടൺ എന്ന് പറഞ്ഞാൽ എങ്ങനെ കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? വിളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു സേഫ്റ്റി ഡിവൈസ് ആണോ? ലിമിറ്റ് സ്വിച്ച് നമ്മൾ പറഞ്ഞു. ഏതാണ് ആൻസർ? കാൾ ബട്ടനാണ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ 28, കോമ്പൻസേറ്റിംഗ് റോപ്സ് ആർ ജനറലി റിക്വയർഡ് ഓൺ എലിവേറ്റേഴ്സ് വെൻ ദി ട്രാവലീസ്. ഇത് നമ്മൾ ബുക്കിലുണ്ട് കേട്ടോ, നമ്മുടെ ബുക്കിലുണ്ട്. 30 മീറ്ററോ അതിനേക്കാളും ഉയരത്തിലോ സഞ്ചരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്രയും ഹൈറ്റുള്ള കെട്ടിടമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെ ചാനൽ അത്രയും നീളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? നമ്മൾ കോമ്പൻസേറ്റിംഗ് റോപ്സ് ഉപയോഗിക്കണം. അത് നോട്ടിലുണ്ട്. ചെറിയൊരു ടോപ്പിക്കാണ്, സിമ്പിളാണ്. ക്വസ്റ്റ്യൻ 29, എ സിലിണ്ടറിക്കൽ റോഡ് വിത്ത് ബോത്ത് എൻഡ് ത്രെഡഡ് ഈസ് നോൺ ആസ്. ഇതാണ് സ്റ്റഡ് അല്ലേ? നമ്മൾ എഞ്ചിനിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ബോൾട്ടല്ല, ടാപ്പ് ബോൾട്ടല്ല, സെറ്റ് സ്ക്രൂ അല്ല. സിമ്പിൾ. ഓപ്ഷൻസ് സിമ്പിളാണ്, ചോദ്യം സിമ്പിളാണ് കേട്ടോ. 30, സ്ലൈഡിങ് പാർട്ട് ബിറ്റ്വീൻ എലിവേറ്റർ ഗൈഡ് റെയിൽ ആൻഡ് കാർ. ഈ ഗൈഡ് റെയിലിൻ്റെ കാറിൻ്റെ ഇടയിൽ അങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന പാർട്സ് ഏതാ? സിമ്പിളാണ്, ഗൈഡ് ഷൂ എന്ന് പറയും. ഒരു ചിത്രം ഉണ്ട്, ആ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും? 10 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി 31, ദി എലിവേറ്റർ വിച്ച് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ് ഫ്രൈറ്റ് എലിവേറ്റേഴ്സ് എന്ന് പറയും. സിമ്പിളാണ്, പാസഞ്ചർ അല്ല. നമ്മളിപ്പോൾ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ലോഡൊക്കെ നമ്മൾ ഈ ഫ്രൈറ്റ് എലിവേറ്ററിൽ ഉപയോഗിക്കാം. ഈ ഫ്രൈറ്റ് എലിവേറ്റർ എന്ന് പറയുമ്പോൾ നല്ല കൂടുതൽ വെയിറ്റിന് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? ഫ്രൈറ്റ് എലിവേറ്റർ ഉപയോഗിക്കുക. ഫോട്ടോ ഉണ്ടാവുക നമുക്ക്. ദ ഫ്രൈറ്റ് എലിവേറ്റർ കണ്ടോ? ഇത്രയും ലോഡ് ക്യാരി ചെയ്യും. നമ്മൾ പാസഞ്ചർ എലിവേറ്ററിനെക്കാട്ടിലും ഹെവി കൺസ്ട്രക്ഷനാണ് ഫ്രൈറ്റ് എലിവേറ്റർ. അപ്പോൾ ചോദ്യം ഇതായിരുന്നു. ഓപ്ഷൻ സി ആട്ടോ. ഇനി 32, എ സ്റ്റാൻഡേർഡ് മെട്രിക് ത്രെഡ് ഹാവിങ് 3 മില്ലിമീറ്റർ പിച്ച് ഓൺ 40 mm ഡയമീറ്റർ. ഡെസിഗ്നേഷൻ നമുക്കറിയാമല്ലോ. ഡെസിഗ്നേഷൻ സിമ്പിളാണ്. ആദ്യത്തെ നമ്മൾ കൊടുക്കുക M40 × 3 പിച്ച് ഇൻറ്റൂണ് അവസാനം കൊടുക്കുക കേട്ടോ. ഇതൊരു ഒന്നാമത്തെ ഉത്തരത്തിൽ എന്താ തെറ്റ് വെച്ചിട്ട് M ഇട്ടിട്ടില്ല, മെട്രിക് ആണെന്നുള്ള അടയാളം ഇട്ടിട്ടില്ല. ഈ സീലും മെട്രിക് ആണെന്നുള്ള അടയാളം ഇട്ടിട്ടില്ല. മറ്റേലും കണ്ടോ, ഡിയും. ഇത് ഓപ്ഷൻസ് സിമ്പിളല്ലേ? ഓപ്ഷൻസ് ഇവർ കൊടുത്ത ഓപ്ഷൻസ് കണ്ടോ നിങ്ങൾ? കേരള PSC മുമ്പ് കൊടുത്ത ഓപ്ഷൻസ് കണ്ടോ നിങ്ങൾ? ഇവിടെ M ഇട്ടിട്ടില്ല, ഇവിടെ M ഇട്ടിട്ടില്ല. ഇവിടെ M ഇട്ടിട്ട് പക്ഷേ ഇവിടെ ഇൻറ്റു ഇട്ടിട്ടില്ല. അപ്പോൾ ഓപ്ഷൻ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ എക്സാം അങ്ങനെ ഓപ്ഷൻസ് സിമ്പിൾ, ക്വസ്റ്റ്യൻ എത്ര ടഫായാലും ഓപ്ഷൻസ് സിമ്പിൾ ആവട്ടെ എന്ന് വിചാരിക്കാം. ക്വസ്റ്റ്യൻ 33, മാക്സിമം ലെവൽ ഓഫ് മാക്സിമം ട്രാവൽ ഹൈറ്റ് ഓഫ് എ റോപ്പ്ഡ് ഹോൾഡ്ലെസ് ഹൈഡ്രോളിക് എലവേറ്റർ. ഹൈഡ്രോളിക് എലവേറ്റർ ആണെങ്കിൽ അതിനൊരു നീളം ലിമിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ തന്നെ റോപ്പ്ഡ് ഹോൾഡ്ലെസ് ഹൈഡ്രോളിക് എലവേറ്റർ ആണെങ്കിൽ എത്രയാണ്? 18 മീറ്റർ നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. മാക്സിമം ആണ്. 34, to unlock door interlock when the cabin comes at the floor level in a manually operated door. To unlock door interlock when the cabin comes at the floor level in a manually operated. അതായത് നമ്മളെ ലിഫ്റ്റിലൊക്കെ ഇപ്പോൾ സാധാരണ കാണുന്ന ഏതാ? ഓട്ടോമാറ്റിക്കലി ആ ഫ്ലോറിലെത്തിയ ഓപ്പൺ ആവുന്ന ഡോറല്ലേ? പക്ഷേ 2 ടൈപ്പ് ഡോർ നമുക്ക് ഉപയോഗിക്കാം. മാനുവലി ഓപ്പറേറ്റഡും ഓട്ടോമാറ്റിക് ഡോറും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ മാനുവലി ഓപ്പറേറ്റഡ് ഡോറിൽ നമ്മുടെ ഫ്ലോർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഡോർ ഇൻ്റർലോക്കിനെ അൺലോക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണെന്ന് ചോദിക്കുന്നത്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടേണിങ് കാമാട്ടോ, ക്യാംസ്. 2 കാർഡല്ല, ഇതിൻ്റെ ക്വസ്റ്റ്യൻ മുന്നേ വന്നതാണ്. 35, ദി പോർഷൻ ഓഫ് എ ബിൽഡിംഗ് ഓർ സ്ട്രക്ചർ യൂസ്ഡ് ഫോർ ഡിസ്ചാർജ് ഓഫ് പാസഞ്ചർ ഓർ ഗുഡ്സ് ഇൻ ടു ഓർ ഫ്രം എ ലിഫ്റ്റ് കാർ. അതിനുപയോഗിക്കുന്ന സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് ലിഫ്റ്റ് ലാൻഡിങ്. സിമ്പിളാട്ടോ. ലിഫ്റ്റ് പിറ്റല്ല, ലിഫ്റ്റ് ഡോറല്ല. ലിഫ്റ്റ് ബീം എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് നോക്കണം. ലിഫ്റ്റ് ലാൻഡിങ് എന്ന് വിളിക്കുക കേട്ടോ. ആ ഏരിയയിലാണ് എന്ത് ചെയ്യുക? നമ്മൾ വന്നിറങ്ങുക, ഗുഡ്സ് കയറ്റുക. ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടില്ലേ? ക്വസ്റ്റ്യൻ 36, ഓൺ എ ട്രിപ്പിൾ ത്രെഡഡ് സ്ക്രൂ ലീഡ് ഈക്വൽ ടു. സംഭവം സിമ്പിളാണ്. ഓപ്ഷൻസ് 3 വരും. ഓപ്ഷൻസ് കണ്ടോ? ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ലീഡ് ഈക്വൽ ടു നമ്പർ ഓഫ്
ലീഡ് ഈക്വൽ ടു നമ്പർ ഓഫ് പിച്ചാണ് നമുക്കറിയാം. സിംഗിൾ തട്ടാണെങ്കിൽ എത്ര അതിൻ്റെ ലീഡ് ഉണ്ടാവുക, പിച്ചിന് ഈക്വലായിരിക്കും. ഡബിൾ സ്റ്റാർട്ട് ആണെങ്കിൽ 2 ഇൻറ്റു പിച്ചായിരിക്കും. ട്രിപ്പിൾ സ്റ്റാർട്ട് ആണെങ്കിൽ എന്തായിരിക്കും, 3 ഇൻറ്റു പിച്ചായിരിക്കും. ഇത് കണ്ടോ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ 1/3, 2/3, 2/3, 3 ടൈംസ് ഓഫ് പിച്ച്. ഓപ്ഷൻസ് വളരെ വളരെ സിമ്പിളാണ്. 37 ഇൻ എ ബാൾ ബിയറിംഗ് ബാൾസ് ആർ സബ്ജക്റ്റഡ് ടു. ബാൾ ബിയറിംഗിൽ ഈ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, പിന്നെ ബാൾ ബിയറിംഗിൽ കംപ്രസീവ് സ്ട്രെസ് അല്ല, സ്റ്റിയർ സ്ട്രെസ് അല്ല, ട്രാൻസിൽ എന്താ, ഫറ്റീഗിനാണ് സബ്ജക്റ്റ് ചെയ്യും. ഇനി ബ്രോൺസ് ഈസ് വെൽഡഡ് ബൈ. ബ്രോൺസ് എന്താണ് നമ്മൾ നോക്കിയതല്ലേ, ഓക്സിഡൈസിങ് ഫ്ലെയിമാണ്. ന്യൂട്രൽ ഫ്ലെയിം ഉപയോഗിക്കുന്നത് 2 ഇതാണ്. കാർബറൈസിങ് സ്റ്റെല്ലൈറ്റിന് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ബ്രേസിങ്ങിന് ഉപയോഗിക്കുന്നത്, അതൊക്കെ നിങ്ങൾ നോക്കുക. വെൽഡിങ്ങിൽ അത്യാവശ്യം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ ഓക്സി അസറ്റിലിൻ വെൽഡിങ് ഫ്ലെയിം. അതിൽ ഓക്സിജൻ്റെ സിലിണ്ടർ എന്താണ്, ഓക്സിജൻ സിലിണ്ടറിൻ്റെ കളർ എന്താണ്, മറൂൺ ആണോ ബ്ലാക്ക് ആണോ, അതുപോലെ അസറ്റിലിൻ്റെ കളർ എന്താണ്, അസറ്റിലിന് ഉപയോഗിക്കുന്ന ഹോസിൻ്റെ കളർ എന്താണ്, അസറ്റിലിൻ്റെ സിലിണ്ടറിൻ്റെ മുകളിൽ ഉപയോഗിക്കുന്ന ആ നെറ്റ് ഉണ്ടല്ലോ, അത് മാർക്ക് ഉണ്ടാവുമോ, ആ മാർക്കിൻ്റെ പേരെന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ വോളിയം, അതിൻ്റെ പ്രഷർ ലിമിറ്റ് 150 kg/cm² ആണോ ഓക്സിജൻ്റെ, അല്ല ഇനി അസറ്റിലിൻ്റെ 16 kg/cm² ആണോ, പിന്നെ അതിൻ്റെ പ്രഷർ ടെസ്റ്റിങ്ങിൻ്റെ റേഞ്ച് അതൊന്ന് നോക്കി വെക്കുക. പിന്നെ അസറ്റിലീന് എങ്ങനെയാണ് സിലിണ്ടറിൽ സൂക്ഷിച്ച് വെക്കുക, ലിക്വിഡ് അസറ്റോണിലാണോ, അത് ജസ്റ്റ് വളരെ വാസ്റ്റ് ടോപ്പിക്കാണെങ്കിൽ കൂടി മനസ്സിലാക്കാൻ ഏറ്റവും സിമ്പിൾ ടോപ്പിക്കാണ് ഓക്സി അസറ്റിലിൻ ഫ്ലെയിം കേട്ടോ. ഇനി അടുത്തത് ഇത് ഇൻക്ലൂഡ് ആംഗിൾ ഓഫ് വി ബെൽറ്റിൻ്റെ ഇൻക്ലൂഡ് ആംഗിൾ യൂഷ്വലി എത്ര വരികയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 മുതൽ 40 ആണ്. നമ്മൾ ഒരിക്കലും 45, 60 എന്നുള്ള ലിമിറ്റ് എടുക്കരുത്. 30 to 40 ആണ്. ക്വസ്റ്റ്യൻ 40 സ്കഫോൾഡിംഗ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ട്രാവൽ അപ് ടു. നമ്മൾ സ്കഫോൾഡിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കാനോ അല്ലെങ്കിൽ എന്ത് വർക്കിനാണെങ്കിലും സ്കഫോൾഡിംഗ് ലിമിറ്റ് എത്ര മാത്രമേ പറ്റുള്ളൂ ചോദിച്ചു കഴിഞ്ഞാൽ 40 മീറ്റർ മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ മുകളിൽ നമ്മൾ സ്കഫോൾഡിംഗ് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ 41 എ മൂവിങ് സ്റ്റെയർ കേസ് വിച്ച് ക്യാരീസ് പീപ്പിൾ ബിറ്റ്വീൻ ഫ്ലോർ ഓഫ് ബിൽഡിംഗ്. 41 ഒരു മൂവിങ് സ്റ്റെയർ കേസ് ഉണ്ടല്ലേ, നമ്മളെല്ലാവരും കയറിയിട്ടുണ്ടല്ലേ, വിച്ച് ക്യാരീസ് പീപ്പിൾ ബിറ്റ്വീൻ ഫ്ലോർസ് ഓഫ് ബിൽഡിംഗ്. നമ്മൾ മാളിൽ, ഹോസ്പിറ്റലിൽ, റെയിൽവേ സ്റ്റേഷനിൽ ഇതിലൊക്കെ ഉണ്ട്. ഒരു ഫ്ലോറിൽ നിന്നും മറ്റേ ഫ്ലോറിലേക്ക് ഇങ്ങനെ അനങ്ങുന്ന മൂവിങ് ചലിക്കുന്ന കോണി, അതിന് വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിക്കുന്നത്. ലിഫ്റ്റ് ആണോ, എസ്കലേറ്റർ ആണോ, ഹോയിസ്റ്റ് ആണോ, ഡെറിക് ആണോ? എന്താ എസ്കലേറ്റർ ആട്ടോ, സിമ്പിൾ ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. സ്കാലാർ എന്ന് പറയുമ്പോൾ സ്കാലാറും വെക്ടറും ഉണ്ട് അല്ലേ. ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡുള്ളതിന് നമ്മൾ എന്ത് വിളിക്കും, വെക്ടർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. അപ്പോൾ ഡയറക്ഷന് സ്പെസിഫൈ ചെയ്യാത്ത ക്വാണ്ടിറ്റി ഇതിലേതാണ്, ഫോഴ്സ് ആണ്. ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ തന്നെ എന്താ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നല്ലേ. വെലോസിറ്റി, ആക്സിലറേഷൻ അതൊന്നുമല്ല, എന്താണ്, സ്പീഡാണ് കേട്ടോ, സ്പീഡാണ്. ഇത് ചെറിയ ടഫ് ക്വസ്റ്റ്യനാണ് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ ഒന്നും അറിയാത്ത ആൾക്കാർ ചിലപ്പോൾ ഫോഴ്സ് പിക്ക് ചെയ്യും. പക്ഷേ ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ അറിയുന്ന ആൾക്കാർ കുഴപ്പമില്ല. ഇനി അടുത്തത് ദി സൈഡ് ഓഫ് ആൻ എസ്കലേറ്റർ എക്സ്റ്റെൻഡിങ് എബോവ് ദി സ്റ്റെപ്പ്. ദി സൈഡ് ഓഫ് ആൻ എസ്കലേറ്റർ എക്സ്റ്റെൻഡിങ് എബോവ് ദി സ്റ്റെപ്പ്. ബാലുസ്ട്രേഡ് എസ്കലേറ്റർ ആട്ടോ, ബാലുസ്ട്രേഡ് എസ്കലേറ്റർ ആണ്. ദി സൈഡ് ഓഫ് ആൻ എസ്കലേറ്റർ എക്സ്റ്റെൻഡിങ് എബോവ് ദി സ്റ്റെപ്പ്, അതിനെ ബാലുസ്ട്രേഡ് എന്ന് വിളിക്കും. ഇത് എനിക്ക് അറിയത്തില്ല കേട്ടോ, എനിക്കൊന്ന് നോക്കണേ. ഞാനിതെന്ത് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ പറയാം. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യമായിട്ടാണ് കാണുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 44 സ്ട്രിങ് കേബിൾ ഈസ് യൂസ്ഡ് ടു. സ്ട്രിങ് കേബിൾ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രിവെൻറ്റിംഗ് ലിഫ്റ്റിംഗ് ഓഫ് ഡോർസ്, കണക്ട് ടു ഡോർ പാനൽ, ഫിക്സിംഗ് ഹെഡർ ടു വാൾ, സപ്പോർട്ടിംഗ് ട്രാവൽ കേബിൾ. ഈ സ്ട്രിങ് കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡോർ പാനലിനെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റോപ്പിൻ്റെ ഇതൊക്കെ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ബുക്സ് നോക്കിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കുന്നുള്ളൂ. റോപ്പിൻ ടൈപ്സ്, കോമ്പൻസേഷൻ റോപ്പെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ ബി ആണ്. കണക്റ്റിംഗ് 2 ഡോർ പാനൽസിലാണ് നമ്മൾ സ്ട്രിങ് കേബിൾ ഉപയോഗിച്ചിട്ട് കേട്ടോ. സ്കൈബേഴ്സ് ആർ മെയ്ഡ് ഓഫ്, നമുക്ക് സിമ്പിളാണല്ലേ, ഹൈ കാർബൺ സ്റ്റീൽ, HCS ആട്ടോ, ഹൈ സ്പീഡ് അല്ല, ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് നമ്മൾ സ്കൈബർ വേറൊരു മെറ്റലിനെ ഇൻഡൻറ്റ് ചെയ്യേണ്ടത്, അതിൽ സ്കൈബ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ബ്രാസ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, കാസ്റ്റ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇനി 46 ദി പാർട്ട് ഓഫ് സ്റ്റെപ്പ് വേർ എ പാസഞ്ചർ സ്റ്റാൻഡ്സ് ഓൺ എസ്കലേറ്ററിൽ നമ്മൾ ചവിട്ടുപടി ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് ത്രെഡ് കേട്ടോ. സിവിൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഈ സ്റ്റെയർ കേസിൻ്റെ കേസുകൾ പഠിക്കൂലേ, എന്താണ് ഹാൻഡ് റെയില്, എന്താണ് ഡക്ക്, അതുപോലെ തന്നെ നമ്മൾ ഇതിലും കുറച്ച് ചെറുതായിട്ടൊന്ന് പഠിക്കണം, സിമ്പിളാണ് കേട്ടോ. സ്റ്റെപ്പ് ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്നതാണ്, റൈസർ അല്ല, സ്കേർട്ടല്ല, സ്ട്രെസ് അല്ല. ഇനി 47 ദി പോയിൻ്റ് ആംഗിൾ ഓഫ് ഡ്രിൽ ഡിപ്പെൻഡ് ഓൺ.
നമ്മൾ ഡ്രില്ലിൻ്റെ പോയിൻ്റ് ആംഗിൾ നമ്മൾ ഒരു കള്ളിയിൽ തന്നെ പഠിച്ചിട്ടില്ല. 1 ജനറൽ വർക്കിനാണെങ്കിൽ 118 ഡിഗ്രി. അതൊക്കെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യണമെന്ന്, എന്താ മെറ്റീരിയൽ ഓഫ് വർക്ക്, ഏത് മെറ്റീരിയലിലാണ് നമ്മൾ ഡ്രിൽ ചെയ്യേണ്ടത് അത് വെച്ചിട്ട് എന്ത് ചെയ്യും പോയിൻ്റ് ആംഗിളും അതുപോലെ തന്നെ സ്പീഡെല്ലാം നമുക്ക് എന്ത് ചെയ്യും മാറും. അലുമിനിയം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം 100 RPM വരെ നമുക്ക് ഇത് കൊടുക്കാം. 48 ഫയൽ കാർഡ് ഈസ് യൂസ്ഡ് ഫോർ, നമ്മൾ ഫയലിംഗ് ചെയ്താൽ എന്ത് ചെയ്യും സോഫ്റ്റ് മെറ്റൽസ് ആണെങ്കിൽ അലുമിനിയം അല്ലെങ്കിൽ ബോൺസ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും ഈ ഫയലിൻ്റെ ടീത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും ഇയാൾ പോയിട്ട് ഇങ്ങനെ പറ്റി പിടിക്കും. ഈ പറ്റി പിടിച്ചതിന് എന്ത് ചെയ്യും ഇതിൻ്റെ ബൈറ്റിങ്ങിനുള്ള അബിലിറ്റി, ഫയലിൻ്റെ ബൈറ്റിങ്ങിനുള്ള അബിലിറ്റി എന്ത് ചെയ്യും കുറഞ്ഞു വരും. അപ്പോൾ ഈ കുറഞ്ഞു വരുമ്പോൾ ഇതിനെ ക്ലീൻ ചെയ്യണം. ഈ ടീത്തിൻ്റെ ഇടയിൽ ഒട്ടി പിടിച്ച സോഫ്റ്റ് മെറ്റൽസിന് എന്ത് ചെയ്യണം നമ്മൾ ക്ലീൻ ചെയ്ത് ഒഴിവാക്കണം. ക്ലീൻ ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫയൽ കാർഡ്. ഫയൽ കാർഡ് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് ദി ഫയൽ ടീത്ത് കേട്ടോ. ഓപ്ഷൻ സി ആണ്. ക്ലീനിങ് ദി വർക്ക് പീസ് അല്ല, റിന്യൂ ദി ഫയൽ ടീത്ത് അല്ല കേട്ടോ. ഇനി ക്ലീനിങ് ദി ചിപ്പ് അല്ല. 49 മെക്കാനിക്കൽ ഡിവൈസ് അറ്റാച്ച്ഡ് ടു ദി കാർ ഫ്രെയിം ഓർ കൗണ്ടർ വെയ്റ്റ് ടു സ്റ്റോപ്പ് ആൻഡ് ഹോൾഡ് ഇൻ ദി ഇവൻ്റ് ഓഫ് ഫ്രീ ഫാൾ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയാൽ കേട്ടോ. മെക്കാനിക്കൽ ഡിവൈസ് അറ്റാച്ച്ഡ് ടു ദി കാർ ഫ്രെയിം, നമ്മൾ ആ ലിഫ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെക്കാനിക്കൽ ഡിവൈസ് ആണ്. ഓ കൗണ്ടർ വെയിറ്റ് അല്ലെങ്കിൽ കൗണ്ടർ വെയിറ്റിൻ്റെ മുകളിലോ ടു സ്റ്റോപ്പ് ആൻഡ് ഹോൾഡ് ദി ഇൻ ദി ഇവൻ്റ് ഓഫ് ഫ്രീ ഫാൾ. എങ്ങാനും ഇപ്പോൾ പൊട്ടി വീഴാണ് എഴുതുക, ഗ്രാവിറ്റി ഫോഴ്സ് കാരണം ഫ്രീ ഫാൾ എന്ന് പറയില്ല, നല്ല സ്പീഡിൽ വീഴും അല്ലെങ്കിൽ നമ്മളെ ഇമ്പാക്റ്റ് ഉണ്ടാവും. അതിനെ മാക്സിമം തടഞ്ഞു നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് സേഫ്റ്റി ഗിയർ എന്ന് പറയുന്ന ഇത്. ഓവർ ഹെഡ് പുള്ളിയല്ല. റിട്ടയറിങ് ക്യാം നമ്മളിപ്പോൾ അതിൻ്റെ എന്ത് പഠിച്ചില്ലേ ബഫർ അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 50 വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു മൗണ്ട് ദി പുള്ളി ഓൺ ഷാഫ്റ്റ്. നമ്മൾ പുള്ളീന് ഷാഫ്റ്റിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടാണ്, നമ്മൾ കീ ഉപയോഗിച്ചിട്ടാണല്ലേ. അതിൽ നമ്മൾ ഷാഫ്റ്റിൻ്റെ മുകളിൽ ഒരു റിസസ് ഒരു ചാല് കീറും, അതുപോലെ പുള്ളിയുടെ ഉള്ളിൽ ഒരു ചാലുണ്ടാവും. ആ ചാലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും കീ വെക്കും. കീ ആണ് ഇതിൽ പെട്ടെന്ന് ഫെയിൽ ആവണ മെമ്പർ, കാരണം പുള്ളിക്കും ഷാഫ്റ്റിനും വില കൂടുതലാണ്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഫെയിൽ ആവണ മെമ്പറും കീ ആണ്. ക്വസ്റ്റ്യൻ എ ആണ് ആൻസർ. ബെൽറ്റ് അല്ല, ചെയിൻ അല്ല, ഫ്ലാഞ്ച് അല്ല. ഓപ്ഷൻസ് സിമ്പിളാണ് കേട്ടോ. 51 ഇൻ ടേംസ് ഓഫ് എനർജി ബാൻഡ് സെമി കണ്ടക്ടേഴ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദോസ് മെറ്റീരിയൽ വെച്ച് അറ്റ് റൂം ടെമ്പറേച്ചർ. 50 മാർക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ലിഫ്റ്റ് ട്രേഡുമായി ബന്ധപ്പെട്ടാണ്. 30 മാർക്ക് ഇലക്ട്രിക്കലായിട്ട് ബന്ധപ്പെട്ടാണ്, മോട്ടോർ അങ്ങനത്തെ കാര്യങ്ങൾ, എർത്തിങ് കാര്യങ്ങൾ, സേഫ്റ്റി. ബാക്കി 20 മാർക്ക് ബേസിക് ഇലക്ട്രോണിക്സ് ആണ് കേട്ടോ നമ്മളെ ഇപ്പോഴത്തെ സിലബസിൽ. അപ്പോൾ ഇതിൽ ചോദിച്ചിരുന്നത് ഇൻ ടേംസ് ഓഫ് എനർജി ബാൻഡ്, ബാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ് അതൊക്കെ പഠിച്ചില്ലേ. ആ എനർജി ബാൻഡിൻ്റെ കേസിൽ സെമി കണ്ടക്ടേഴ്സ് ക്യാൻ ബി ഡിഫൈൻഡ്, സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആസ് ദോസ് മെറ്റീരിയൽ വിച്ച് അറ്റ് റൂം ടെമ്പറേച്ചർ. ഈ സെമി കണ്ടക്ടേഴ്സിന് ബാലൻസ് ബാൻഡ് ആണോ കണ്ടൻസ് ബാൻഡ് ആണോ ഏതാണ് ഉണ്ടാവുക ചോദിക്കുന്നത്. എന്താ ഉണ്ടാവും, സെമി കണ്ടക്ടർ അല്ലേ, അപ്പോൾ രണ്ടിലും പെടും കേട്ടോ. നമുക്ക് എല്ലാം ഉണ്ടാവുക, നമുക്ക് നോക്കി വെക്കാം. പാർഷ്യലി ഫിൽഡ് കണ്ടക്ഷൻ ബാൻഡും പാർഷ്യലി ഫിൽഡ് ബാലൻസ് ബാൻഡും എ വെരി നാരോ എനർജി ഗ്യാപ്പും ഉണ്ടാവും കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 52 ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, നമുക്കറിയാലേ എൻ ടൈപ്പും പി ടൈപ്പും ഉണ്ട്. അതിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ദർ ആർ നോ മൈനോറിറ്റി കാരിയേഴ്സ്. അങ്ങനെ പറയാൻ പറ്റുമോ? ആരാണ് മൈനോറിറ്റി കാരിയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? നമ്മൾ ഏതാ പഠിച്ചിട്ടുള്ളത്? ഇമൊബൈൽ പോസിറ്റീവ് ആണ്, ഇമൊബൈൽ നെഗറ്റീവ് അയൺ. ഹോൾസ് ആർ മെജോറിറ്റി, ഹോൾസ് അല്ല കേട്ടോ, ഹോൾസ് അല്ല മെജോറിറ്റി കാര്യം. ഏതാ ഓപ്ഷൻസ് ഏതാ? സിമ്പിളാണ്, ഇമൊബൈൽ പോസിറ്റീവ് അയൺസ്. ഇത് നമ്മുടെ കയ്യിൽ ഏറ്റവും ഈ ബേസിക് ഇലക്ട്രിക്കലിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ബുക്കാണ് ഡീസൽ മെക്കാനിക്കിൻ്റെ ഒരു ബുക്ക് കേട്ടോ. അത് വളരെ അതിൽ ഇലക്ട്രോണിക്സ് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ നോക്കാം. WPS ഓഫീസ് ഡ്രൈവ് ബേസിക് ഇതുണ്ടോ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കണ്ടോ നിങ്ങൾ കണ്ടോ? എന്നാലും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലുണ്ടോ UJT, FET, ഫെറ്റ്, UJT, ഫെറ്റ്, മോസ്ഫെറ്റ്, മെറ്റൽ ഓക്സൈഡ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ടും എന്നാൽ സിമ്പിളായിട്ടും കൊടുത്തിട്ടുണ്ട്. ലോജിക്കലി എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ സെമി കണ്ടക്ടേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് നോക്കണം. നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്, പക്ഷേ ഡിസംബർ ആകും. പക്ഷെ നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യണ്ട, നിങ്ങൾ പഠിക്കുക. പിന്നെ നമ്മളെ കയ്യിൽ ബേസിക് ഇലക്ട്രിക്കലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക്സിൻ്റെ ബുക്ക് ഉണ്ട്. ഹാർഡ് കോപ്പി ഉണ്ട്, സോഫ്റ്റ് കോപ്പി ഉണ്ട്. നമ്മൾ മിക്കവാറും ഡീസൽ മെക്കാനിക്കൽ വെച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അല്ല മോസ്ഫെറ്റ് എന്നൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങും. ഫിഗേഴ്സ് വെച്ചിട്ടൊക്കെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ ലെവലിൽ ചോദിച്ചാൽ നമ്മൾ ഇച്ചിരി കുടുങ്ങും. ഇനി 53 സ്ക്വയർ വേവ് ഓസിലേറ്റർ. സ്ക്വയർ വേവ് ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണോ, അതോ അസ്റ്റേബിൾ ആണോ, അതോ മോണോസ്റ്റേബിൾ ആണോ, നൺ ഓഫ് ദി അബവ് ആണോ?
സ്ക്വയർ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ വേവ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. ഈ ക്വസ്റ്റ്യൻ 54. ഇനി ട്രാൻസിസ്റ്റർ ദി റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഇൻ ഐ സി ഒ. ഞാൻ ഇലക്ട്രോൺസ് നോക്കുന്നുള്ളൂ കേട്ടോ. ഡബിൾസ് ഫോർ എവരി 10 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ. ഓരോ 10 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ത് ചെയ്യും, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഐ സി ഒ എന്ത് ചെയ്യും, ഇരട്ടിക്കും, ഡബിൾ ആവും കേട്ടോ. ഏതിൻ്റെ കേസിൽ? ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ കേട്ടോ. ഇനി സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ ക്യാൻ ബി ടേൺഡ് ഓഫ് ബൈ. നമുക്ക് നമ്മളെ ഇഗ്നീഷൻ സിസ്റ്റം പഠിച്ച അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സിസ്റ്റം പഠിച്ച മാതിരി നമ്മുടെ ബൈക്കിലൊക്കെ ഉപയോഗിക്കുന്ന ഇഗ്നീഷൻ സിസ്റ്റം ആയിട്ടുള്ള കപ്പാസിറ്റർ ഡിസ്ചാർജ് ഇഗ്നീഷൻ സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എസ് സി ആറിൻ്റെ യൂസ് എല്ലാം. സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ക്യാൻ ബി ടേൺഡ് ഓഫ് ബൈ. ഓഫ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസിങ് ദി ആനോഡ് കറണ്ട് ബിലോ ദി ഹോൾഡിംഗ് കറണ്ട്. ആ ഒരു കണ്ടീഷൻ. എസ് സി ആറിന് 3 ടെർമിനൽ ഉണ്ടാവും കേട്ടോ. റിമൂവ് ദി ഗേറ്റ് വോൾട്ടേജ് അല്ല, റെഡ്യൂസിങ് ദി ആനോഡ് കാഥോഡ് വോൾട്ടേജ് അല്ല. എന്താണ്? റെഡ്യൂസ് ദി ആനോഡ് കറണ്ട് ബിലോ ഹോൾഡിംഗ് കറണ്ടിനേക്കാളും കുറച്ച് എന്ത് ചെയ്യും, എസ് സി ആർ എന്ത് ചെയ്യും, ഓഫ് ചെയ്യും. ഇനി ഡയാക്ക് ഈസ് എന്താണ് 2 ടെർമിനൽ ഡിവൈസാണ് ഡയാക്ക് കേട്ടോ. അപ്പോൾ ട്രയാക്കിൻ്റെ ചിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. 57. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോട്ട് ക്യാരക്ടറിസ്റ്റിക് ഓഫ് UJT, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. UJTയുടെ ക്യാരക്ടറിസ്റ്റിക്കിൽ പെടാത്തത് നോട്ട് എന്നാണ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇൻഡസ്ട്രിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പീക്ക് പോയിന്റ് വോൾട്ടേജ് അതും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അല്ലാത്തത് ഏതാ? ഗേറ്റ് കറണ്ട് ആണ് കേട്ടോ. 58. എ ട്രയാക്ക് ക്യാൻ ബി ട്രിഗേർഡ് ബൈ, അല്ലെങ്കിൽ ട്രിഗേർഡ് എങ്ങനെ ട്രിഗർ ചെയ്യാമെന്ന് ചോദിച്ചാൽ ബൈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈക്കിൾ ഓഫ് ദി സപ്ലൈ എന്ത് ചെയ്യും, അപ്ലൊക്കെ എന്ത് ചെയ്യും, ട്രാക്ക് ട്രിഗർ ചെയ്യും. 59. ദി പ്രൊസീജിയർ യൂസ്ഡ് ഫോർ കൺട്രോളിങ് ദി സ്പീഡ് ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടോർ. നമ്മൾ എയർ കണ്ടീഷൻ ജൂനിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് AC കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മളെ 3-phase ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഇനി അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യൽ ആ മോട്ടോറിൻ്റെയും സിംഗിൾ ഫേസിൻ്റെയും സ്ക്വിറൽ കേജിൻ്റെയും അതിൻ്റെ എല്ലാം ഡയറക്ഷൻ്റെ കേസുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി പർപ്പസ് ഓഫ് ദി സിംഗ്രണൈസിങ് കൺട്രോൾ ഇൻ എ CRO കാഥോഡ് റേ ഓസിലോസ്കോപ്പിൻ്റെ കേസിൽ നമ്മളെ സിംഗ്രണൈസിങ് കൺട്രോളിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുന്നത്. എന്താണ്? ഫോക്കസ് ദി സ്പോട്ട് ഓൺ സ്ക്രീന്, അതല്ല അഡ്ജസ്റ്റ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ഡിസ്പ്ലേ, കൺട്രോൾ ദി ഇൻറ്റൻസിറ്റി ഓഫ് സ്പോട്ട്, ലോക്ക് ദി ഡിസ്പ്ലേ ഓഫ് ദി സീൽ. അതിൻ്റെ സിംഗ്രണൈസിങ് കൺട്രോളിൻ്റെ എന്താണ്? നമ്മൾ ആ ഡിസ്പ്ലേ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ സിഗ്നൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാഥോഡ് റേ ഓസിലോസ്കോപ്പ് ഇലക്ട്രോണിക്സിൽ വരുന്നതാണ്. ഇലക്ട്രിക്കലിലും വരും, രണ്ടിലും വരും. 61. വിച്ച് ഈസ് ദി നെസസറി കണ്ടീഷൻ ഫോർ ജനറേറ്റിംഗ് സൈനസോയിഡൽ വോൾട്ടേജ് ഇൻ എ ഫീഡ്ബാക്ക് ടൈപ്പ് ഓസിലേറ്റർ. ഫീഡ്ബാക്ക് ടൈപ്പ് ഓസിലേറ്ററിൽ നമ്മൾ സൈനസോയിഡൽ ടൈപ്പ് വോൾട്ടേജിനെ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻ ഏത് കണ്ടീഷനാണെന്ന് ചോദിക്കുന്നത്. ഏതാണ്? ടോട്ടൽ ലൂപ്പ് ഗെയിൻ ഷുഡ് ബി 1 അതായിരിക്കണം. മാത്രമല്ല ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ഷുഡ് ബി 360 അല്ലെങ്കിൽ 0, രണ്ടും ഒന്നു തന്നെയല്ലേ. നമ്മളെ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് 0 ഡിഗ്രി ആയിരിക്കണം അല്ലെങ്കിൽ 360 ഡിഗ്രി ആയിരിക്കണം. അതുപോലെ തന്നെ ടോട്ടൽ ലൂപ്പ് ഗെയിൻ എന്തായിരിക്കണം? 1 യൂണിറ്റ് ആയിരിക്കണം. 62. ഇൻ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റ് ബൈ n ബിറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് 2n-1 ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് ഞാൻ ഒരുപാട് തവണ പഠിക്കാൻ ശ്രമിച്ചിട്ടും സിമ്പിളാണ്, ഒരുപാട് ട്രിക്കൊക്കെ ഉണ്ട് കേട്ടോ. ബൈനറി ഈക്വലൻ്റ് ഓഫ് ദി ഹെക്സാഡെസിമൽ നമ്പർ 18, 16 ഈസ്. ഈക്വലൻസ് കാണാൻ നിങ്ങൾ പഠിക്കുക തന്നെ വേണം. എനിക്കിത് പറഞ്ഞു തരാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. അതിൻ്റെ കറക്റ്റ് ആൻസർ D ആണ്. 0001 000. ഞാൻ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ പഠിച്ചത് കുറച്ച് മുമ്പായിരുന്നു, ഒരു 8 മാസം മുമ്പായിട്ടുണ്ട്, ഞാൻ മറന്നു പോയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 64. ദി ഔട്ട്പുട്ട് ഓഫ് എ ലോജിക് ഗേറ്റ്. സിമ്പിൾ ആണ്. ലോജിക് ഗേറ്റ് 1 വെൻ ഇറ്റ്സ് ഇൻപുട്ട് ആർ അറ്റ് ലോജിക് 0 ദി ഗേറ്റ്. അതായത് അതിൻ്റെ ഔട്ട്പുട്ട് 1 ആണ്, പക്ഷേ അതിൻ്റെ എല്ലാ ഇൻപുട്ടും എന്താണ്? 0 ആണ്. അപ്പോൾ 0 ഇൻപുട്ടിൽ കൊടുത്തു, ഔട്ട്പുട്ടായി നമുക്ക് 1 കിട്ടിയത്. ഏതാണ് ആൻസർ? ഏതാ വരിക? ഈ കൊടുത്തിട്ട് ഒന്നുമല്ല കേട്ടോ. അതിൻ്റെ ലോജിക് ഗേറ്റിൻ്റെ ടേബിൾ നമ്മളെ കയ്യിലുണ്ട്. അതെല്ലാം ക്ലാസ് അത് സിമ്പിളാണ്, അതെല്ലാം ക്ലാസ് എടുക്കുന്നുണ്ട്. 65. ഇഫ് എ മോഡ് ആൻഡ് കൗണ്ടർ ഈസ് കൺസിഡർഡ് യൂസിങ് ഫോർ ഫ്ലിപ്പ് ഫ്ലോപ്പ് ദി കൗണ്ടർ വിൽ സ്കിപ്പ്. ഫ്ലിപ്പ് ഫ്ലോപ്പൊക്കെ ഇച്ചിരി എന്നെ സംബന്ധിച്ചിടത്തോളം കോംപ്ലക്സ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളെ ഭാഗം എന്ത് ചെയ്യുക? ക്ലിയർ ആയി പഠിച്ചു പോവുക. ലിഫ്റ്റിൻ്റെ ഭാഗം എന്ത് ചെയ്യും? നമ്മൾ ചെയ്യും. പിന്നെ കട്ട് ഓഫ് ഒരിക്കലും നെഗറ്റീവ്, ഈ എക്സാമിന് ഒരിക്കലും നെഗറ്റീവ് അടിക്കരുത്. കാരണം കട്ട് ഓഫ് കമ്മിയാവാൻ ചാൻസ് വളരെ 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 കൂടുതലാണ്. 3700 ആൾക്കാർ അപേക്ഷിച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ട് ആ 3700 ആൾക്കാർ എക്സാം എഴുതാൻ പോകത്തില്ല. അതിൽ അറൗണ്ട് 1000 ആൾക്കാരേലും ആബ്സെൻ്റ് ആയിരിക്കും. പിന്നെ ഒരു
അറൗണ്ട് 1000 ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ സീരിയസ് ആയിരുന്നു എഫേർട്ട് എടുക്കുകയുള്ളൂ. അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി പഠിക്കുന്ന ഇതിന് വേണമെന്ന് പഠിക്കുന്ന ആൾക്കാർ മിനിമം ഒരു 200 ആൾക്കാരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കട്ട് ഓഫ് ഒരിക്കലും നെഗറ്റീവ് അടിച്ച് നിങ്ങൾ അബദ്ധത്തിൽ ചാടാതിരിക്കാൻ നോക്കുക. ദി 2 ഇൻപുട്ട് ഓർ ഗേറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 66 ഓപ്ഷൻ സി ആണ് ആൻസർ. 67 വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അബൌട്ട് റാം ഈസ് നോട്ട് കറക്റ്റ്. റാൻഡം ആക്സസ് മെമ്മറിയിൽ കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ്, നോട്ട് കറക്റ്റ് ആണ് കേട്ടോ. ഈ സ്റ്റാൻഡ് ഫോർ റാൻഡം ആക്സസ് മെമ്മറി. സംഭവം സിമ്പിളാണ്. അപ്പോൾ അതല്ല ആൻസർ കേട്ടോ, നോട്ട് എന്നാവുന്നതിന് അതല്ല ആൻസർ. ഇറ്റ് ഈസ് റീഡ് ഓർ റൈറ്റ് മെമ്മറി. ഇറ്റ് ഈസ് റീഡ് അല്ലെങ്കിൽ റൈറ്റ്. RW എന്ന് പറഞ്ഞാൽ റീഡ് ഓർ റൈറ്റ് മെമ്മറിയാണ്, ശരിയാണ്. ഇറ്റ് ഈസ് വോളറ്റൈൽ, അത് വോളറ്റൈലാണ്. ഇനി അപ്പോൾ കറക്റ്റ് അല്ലാത്ത ഏതാ, ഡി ആയിരിക്കും കേട്ടോ, അത് ഡി. ദി ഡാറ്റാസ് ആർ എൻറ്റേർഡ് ഓർ സ്റ്റോർഡ് ഇൻ ദി ചിപ്പ് ഡ്യൂറിങ് മാനുഫാക്ചറിങ്. അതല്ല കേട്ടോ, മാനുഫാക്ചറിങ് ടൈമിൽ മാത്രമല്ല, കാരണം നമുക്കിത് വോളറ്റൈലാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ. അപ്പോൾ റീഡ് ഓൺലി മെമ്മറിയുടെ കേസുകൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ഡി ഒക്കെ കറക്റ്റ് ആവുക. ക്വസ്റ്റ്യൻ നമ്പർ 68 ദി PIV ഓഫ് ഡയോഡ് ഇൻ എ ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ട് വിത്ത് ഷണ്ട് കപ്പാസിറ്റർ ഫിൽട്ടർ ഈസ് 2 VM ആണ്. ദി നമ്പർ ഓഫ് അതിൽ ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ്, സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ, ഇതെല്ലാം നിങ്ങൾ പഠിക്കുക കേട്ടോ. 69 ദി നമ്പർ ഓഫ് കമ്പാരറ്റേഴ്സ് റിക്വയർഡ് ഇൻ എ 3-bit കമ്പാരറ്റർ ടൈപ്പ് ADC ഈസ് ഓപ്ഷൻ ബി ആണ് ആൻസർ. ദി റോട്ടർ ഓഫ് എ സ്റ്റെപ്പർ മോട്ടർ ഹാസ് നോ. നല്ല ചോദ്യം കേട്ടോ. ദി സ്റ്റെപ്പർ മോട്ടറിൻ്റെ റോട്ടറിൽ എന്തുണ്ടാവില്ല എന്ന് ചോദിക്കുന്നത്. എന്തുണ്ടാവില്ല? അതൊന്നും ഉണ്ടാവില്ല. വൈൻഡിങ് ഉണ്ടാവില്ല, കമ്മ്യൂട്ടേറ്റർ ബ്രഷ് ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, സിമ്പിൾ ചോദ്യമാണ്. പിന്നെ 71 വിച്ച് മെത്തേഡ് ഓഫ് സ്പീഡ് കൺട്രോൾ കാനോട്ട് ബി യൂസ്ഡ് ഇൻ പെർമനൻറ്റ് മാഗ്നറ്റ് DC മോട്ടോർ. PMDCയിൽ, അതിൽ പെർമനൻറ്റ് മാഗ്നറ്റ് DC മോട്ടോറിൽ ഏത് ടൈപ്പ് സ്പീഡ് കൺട്രോളാണ് ഉപയോഗിക്കാൻ പറ്റാത്തതെന്നാണ്? ഏതാണ്? വേരിയും ഫീൽഡ് കറണ്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം DC ആവുകൊണ്ടാണ് കേട്ടോ. പിന്നെ 72 വിച്ച് ടെസ്റ്റ് ഓൺ എ ട്രാൻസ്ഫോമർ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് റെഗുലേഷൻ, എഫിഷ്യൻസി ആൻഡ് ഹെഡിങ് അണ്ടർ ലോഡ്. ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണ്. ഓപ്ഷൻ ഡി ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് ആണ്. 73 ഇൻ എ ട്രാൻസ്ഫോമർ ദി റെസിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി മസ്റ്റ് ബി. അതിൽ പ്രൈമറിയിലും സെക്കൻഡറിയിലും റെസിസ്റ്റൻസ് എന്തായിരിക്കണം? ഇൻഫിനിറ്റ് ആയിരിക്കണം കേട്ടോ. 74 വി കർവ്സ് ഫോർ എ സിംഗിളസ് മോട്ടോർ റെപ്രസെൻറ്റ് റിലേഷൻ ബിറ്റ്വീൻ. വി കർവ് എന്ന് പറയുന്നത് ആർമേച്ചർ കറൻറ്റും ഫീൽഡ് കറൻറ്റും. വി എന്ന് പറയുമ്പോൾ നമ്മൾ വോൾട്ടേജും സെറ്റ് ചെയ്തിരിക്കരുത്. ആർമേച്ചർ കറൻറ്റും ഫീൽഡ് കറൻറ്റും തമ്മിൽ വരക്കുന്ന ഗ്രാഫാണ് ഇത്. വി കർവ് ഫോർ സിംഗിളസ് മോട്ടോർ. ആർമേച്ചർ കറൻറ്റും ഫീൽഡ് കറൻറ്റും. ഫീൽഡ് കറൻറ്റ് സ്പീഡും ഇല്ല, ഫീൽഡ് കറൻറ്റ് പവർ ഫാക്ടറും അല്ല, പവർ ഫാക്ടറും സ്പീഡും ഇല്ല. ആർമേച്ചർ കറൻറ്റ് ഫീൽഡ് കറൻറ്റുമാണ്. 75 ആൻ ഇൻഡക്ഷൻ മോട്ടോർ ഈസ് എക്സ്പെക്റ്റഡ് ടു ടേക്ക് ലാർജസ്റ്റ് സ്റ്റാർട്ടിംഗ് കറൻറ്റ് അണ്ടർ വിച്ച് മെത്തേഡ് ഓഫ് സ്റ്റാർട്ടിങ്. നമ്മൾ ഇൻഡക്ഷൻ മോട്ടോറിൽ ഏത് സ്റ്റാർട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ലാർജസ്റ്റ് സ്റ്റാർട്ടിങ് കറൻറ്റ് എടുക്കുന്നതെന്നാണ്. അത് നമുക്ക് ദോഷകരമാണ്. അപ്പോൾ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറാണ് ആൻസർ. സ്റ്റാർട്ടർ, റോട്ടർ സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ, ഓട്ടോ ട്രാൻസ്ഫോമർ ഒക്കെ സിമ്പിളാണല്ലേ. അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. സ്റ്റാർ ഡെൽറ്റ. ഇനി ക്വസ്റ്റ്യൻ 76 ദി സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ഓഫ് എ സിംഗിൾ ഫേസ് മോട്ടോർ. സിംഗിൾ ഫേസ് മോട്ടോറിൽ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ നമ്മൾ ഇതിൻ്റെ കേസിൽ പഠിച്ചത് എയർ കണ്ടീഷൻ മെക്കാനിക് ജൂനിയർ സെറ്റിൻ്റെ കേസിൽ പഠിച്ചാൽ എന്താണ്? ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ് ഉപയോഗിക്കുക കേട്ടോ, പേപ്പറല്ല. ഇനി 77 ആൻ ഇലവേറ്റർ ഡ്രൈവ് ഈസ് റിക്വയർഡ് ടു ഓപ്പറേറ്റ് ഇൻ. elevator drive is required to operate in 1 quadrant only, 2 quadrant only, 3 quadrant only, 4 quadrant. അതാണ് 4 quadrantൽ ഓപ്പറേറ്റ് ചെയ്യണം. ഇനി an ideal insulating material should have low. എന്തായിരിക്കും ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എടുക്കാൻ എന്താണ് ലോ ഉണ്ട്? അതിൻ്റെ ഡൈഇലക്ട്രിക് ലോസ് ആംഗിൾ ഇതായിരിക്കണം. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ലോ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ഇൻസുലേഷൻ മെറ്റീരിയൽ എന്ന് പറയേണ്ട കാര്യമില്ല. ഇനി മെക്കാനിക്കൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് ആൻസർ? എന്താണ്? ലോസ് ആംഗിൾ, ഡൈഇലക്ട്രിക് ലോസ് ആംഗിൾ വളരെ കുറവായിരിക്കണം. 79 2 wire A and B of the same material and length I and 2I have radius R and 2. എല്ലാം 2L ആവും കേട്ടോ, എല്ലാം 2L ആവും. റേഡിയസ് I, R and 2 are the ratio of their specific resistance will be 1:1 ആണ്. ഇത് മറ്റേ നമ്മളെ ബേസിക് ഇലക്ട്രിസിറ്റി എന്നുള്ള ചോദ്യമാണ് കേട്ടോ. അക്കോസ് ദി സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ ദി ഇലക്ട്രിക് അക്കോസ് ദി സർഫസ്, ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ സർഫസിന് അക്കോസ് ആയിട്ട് ദി ഇലക്ട്രിക് ഫീൽഡ് ഈസ് കണ്ടിന്യൂസ്, ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഡിസ്കണ്ടിന്യൂസ്, ദി ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിസ്കണ്ടിന്യൂസ് ആണ് കേട്ടോ. അല്ല. 81 ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട് ആൻഡ് എയർ ഗ്യാപ്പ് ഈസ് യൂഷ്വലി ഇൻസേർട്ട് സോ ആസ് ടു. നമ്മൾ മോട്ടോറിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ റോട്ടറും ആർമേച്ചറും റോട്ടർ അല്ലെങ്കിൽ റോട്ടറും സ്റ്റാർട്ടറൊക്കെ നമ്മൾ ചെറിയൊരു എയർ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ എയർ ഗ്യാപ്പ് യൂഷ്വലി ഇൻസേർട്ട് സോ ആസ് ടു എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിവെൻറ്റ് സാച്ചുറേഷന് വേണ്ടിയിട്ട് കേട്ടോ. ഇനി ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റേഡിയേറ്റഡ് ഫ്രം.
ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ നിന്നാണ് റേഡിയേറ്റ് ചെയ്യുക എന്നാണ് ഓസിലേറ്റിംഗ് ഡൈപോളിൽ നിന്നാണ് റേഡിയേറ്റ് ചെയ്യുക. 83 ഇൻ എ സീരീസ് ആർ എൽ സി സർക്യൂട്ട് ദ മാക്സിമം വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ ഒക്കേഴ്സ് അറ്റ് എ ഫ്രീക്വൻസി ബിലോ റെസൊണൻസ് ഫ്രീക്വൻസി ആണ്. വേവ് വൈൻഡിങ് ഈസ് എംപ്ലോയ്ഡ് ഇൻ ഡി സി മെഷീൻ ഓഫ് വേവ് വൈൻഡിങ്ങും ലാബ് വൈൻഡിങ്ങും നമ്മൾ പഠിച്ചിട്ടില്ല. വേവ് വൈൻഡിങ് എംപ്ലോയ്ഡ് ഡി സി മെഷീൻ ഓഫ് ഏത് ലോ കറൻറ്റ് ആൻഡ് ഹൈ വോൾട്ടേജ് റേറ്റിംഗുള്ള ഡി സി മെഷീനാണ്. ദി ഫ്ലക്സ് ഇൻ ട്രാൻസ്ഫോമർ കോറിലെ ഫ്ലക്സ് എന്തായിരിക്കണം? റിമെയിൻ കോൺസ്റ്റന്റ് ഇറസ്പെക്റ്റീവ് ലോഡ് ആയിരിക്കണം. ഇൻ സിലിണ്ടറിക്കൽ റോട്ടർ 86 ഇൻ സിലിണ്ടറിക്കൽ റോട്ടർ ഡാഷ് പോർഷൻ ഓഫ് ദി റോട്ടർ ഇസ് വൗണ്ട്. ഏതിലാണ് വൗണ്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2/3 വൗണ്ട് ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ 87 പ്രൊട്ടക്ഷൻ ബൈ ഫ്യൂസസ് ഇസ് ജനറലി നോട്ട് യൂസ്ഡ് ബിയോണ്ട്. സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. എത്ര 200 ആംപിയറിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്യൂസുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി 10 ആംപിയറിൻ്റെ ഫ്യൂസ് 25 ആംപിയറിൻ്റെ ഫ്യൂസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടില്ലേ? നമ്മൾ ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്ന ഫ്യൂസിൻ്റെ റേറ്റിംഗ് നിങ്ങൾ നോക്കുക കേട്ടോ. 88 അലുമിനിയം കണ്ടക്ടേഴ്സ് കേബിൾ ക്യാൻ ബി ജോയിൻഡ് ബൈ. അലുമിനിയം കണ്ടക്ടർ കേബിളാണ് നമ്മൾ ഉപയോഗിക്കുക. കംപ്രഷനിലാണ് ജോയിൻ ഗ്യാസ് വെൽഡിങ്ങിലൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കത്തിപ്പോയി. തെർമിറ്റ് വെൽഡിങ് ചെയ്യാൻ പറ്റില്ല. നമ്മളേതാ ഉപയോഗിക്കുക? കംപ്രഷൻ മെത്തേഡ് ഉപയോഗിക്കുക. 89 മിനിമം ഡിസ്റ്റൻസ് ഓഫ് അണ്ടർഗ്രൗണ്ട് കേബിൾ ഫ്രം ദി ഫൗണ്ടേഷൻ ഓഫ് ദി ബിൽഡിംഗ് ഷുഡ് ബി. അതായത് നമ്മളെ അണ്ടർഗ്രൗണ്ട് കേബിൾ ഫൗണ്ടേഷനിൽ എത്ര വിട്ടിട്ടായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ മിനിമം വിട്ടിട്ടുണ്ടാവണേ. റെസൊല്യൂഷൻ ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദി മിനിമം ക്വാണ്ടിറ്റി ഇറ്റ് ക്യാൻ ബി മെഷർ. അതിന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി എന്ത് വിളിക്കും? റെസൊല്യൂഷൻ എന്ന് വിളിക്കും. ഇനി 91 റെസ്പോൺസ് ഓഫ് എ ഗാൽവനോമീറ്റർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്. ഗാൽവനോമീറ്റർ നമ്മൾ എന്തിനാ ഉപയോഗിക്കാൻ നമുക്കറിയാം. അതിൻ്റെ റെസ്പോൺസ് ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നു കേട്ടോ. ഇതിനെ സർക്യൂട്ട് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. 92 ഇതൊക്കെ ആ മീറ്റർ എന്നുള്ളതാണ്. ഡൈനാമോ മീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ റെസ്പോൺസ് ടു ദി ഡൈനാമോ ടൈപ്പ് വാട്ട് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ആവറേജ് വാല്യൂ ഓഫ് ആക്റ്റീവ് പവറിനാണ് എന്ത് ചെയ്യുക? റെസ്പോൺസ് ചെയ്യുക കേട്ടോ. ഇനി 93 പെർമിഷൻസ് ഫോർ അഡീഷൻ ഓർ അൾട്രേഷൻ ഇൻ ദി ലിഫ്റ്റ് ഇൻസ്റ്റാളേഷൻ ഈസ് ഗ്രാൻഡഡ് ഇൻ ഓപ്ഷൻ ബി. ഫോം ബിയിലാണ്. ഇത് കുറച്ച് നിയമങ്ങളുണ്ട്, അതുപോലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതൊക്കെ നോക്കണം. ദി ലൈസൻസ് ഫോർ എക്സിസ്റ്റിംഗ് ലിഫ്റ്റ് ഓർ എസ്കലേറ്റർ ഈസ് ഇഷ്യൂഡ് ഇൻ ഫോം എഫിലാണ്. മോട്ടർ യൂസ്ഡ് ഫോർ എലവേറ്റർ ഈസ് ജനറലി. എലവേറ്ററിന് ഉപയോഗിക്കുന്ന മോട്ടർ സിമ്പിൾ ചോദ്യം കേട്ടോ. ഏതാണ്? ഇൻഡക്ഷൻ മോട്ടറാണ് ഉപയോഗിക്കുക. സിംഗിൾനസ് അല്ല. കപ്പാസിറ്റർ സ്റ്റാർട്ട് സിംഗിൾ ഫേസ് മോട്ടർ എന്നല്ലോ. ഇനി അടുത്തത് എ സിംഗിൾനസ് മോട്ടർ ഈസ് ഫൗണ്ട് ടു ബി മോർ എക്കണോമിക്കൽ വെൻ ദി ലോഡ് ഈസ് എബോവ്. പഠിച്ചിട്ടുണ്ടല്ലോ, 100 കിലോ വാട്ടിന് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യും? സിംഗിൾനസ് മോട്ടോർ എക്കണോമിക്കലാണ് കേട്ടോ. 97 അക്കോർഡിംഗ് ടു ദി ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ഇംപ്ലൈസ് വോൾട്ടേജ് എക്സീഡിങ്. എത്രത്തോളം കൂടുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? 33 kV കൂടുതൽ ലൈൻ നമ്മൾ എന്ത് വിളിക്കും? എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ലൈൻ എന്ന് വിളിക്കും കേട്ടോ. ഇനി 11 kV എന്നല്ല, 110 kV അതൊക്കെ അതിൽ പെടും കേട്ടോ. 33ൻ്റെ ശേഷമുള്ളതൊക്കെ 66 എല്ലാം അതിൽ പെടും. 98 ദി ഫസ്റ്റ് ടൈപ്പ് ഓഫ് വേരിയബിൾ സ്പീഡ് ഡ്രൈവ് എവർ യൂസർ ഇൻ ലിഫ്റ്റ് വാസ് സോ കാൾഡ്. എന്താ വിളിക്കാന്ന് വെച്ചാൽ വാർഡ് ലിയോണാർഡ് സിസ്റ്റം എന്നാണ് വിളിക്കുക കേട്ടോ. വേരിയബിൾ സ്പീഡ് ഡ്രൈവ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് വേരിയബിൾ സ്പീഡ് ഡ്രൈവ് ഏതാണ്? വാർഡ് ലിയോണാർഡ് സിസ്റ്റം. 99 വാട്ട് ടൈപ്പ് ഓഫ് എലിവേറ്റർ യൂസ്ഡ് ഫോർ ലോ റൈസ് ബിൽഡിംഗ് വേർ സ്പീഡ് ഈസ് നോട്ട് ദി മെയിൻസ് കൺസിഡർ. ലോ റൈസ് ബിൽഡിംഗ് ആണെങ്കിൽ ഏതാ ഉപയോഗിക്കുക? സ്പീഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണെങ്കിൽ ഹൈഡ്രോളിക്കാണ് ഉപയോഗിക്കുക. എത്ര 30 മീറ്ററിൻ്റെ അടിയിലാണ് എന്താണ് ഹൈഡ്രോളിക്. ഒന്ന് ഞാൻ കൺഫേം ചെയ്ത് പറയാം. ക്വസ്റ്റ്യൻ 100 വിച്ച് മോട്ടോർസ് ആർ ഇൻവേരിയബിളി യൂസ്ഡ് ഇൻ ലിഫ്റ്റ് സിസ്റ്റം ടു അച്ചീവ് ഗുഡ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ആൻഡ് ഇനാബിൾ ഗുഡ് സ്പീഡ്. വിച്ച് മോട്ടോർ ഈസ് ഇൻവേരിയബിളി യൂസ്ഡ് ഇൻ ലിഫ്റ്റ് സിസ്റ്റം ടു അച്ചീവ് ഗുഡ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ആൻഡ് ഇനാബിൾ ഗുഡ് സ്പീഡ് കൺട്രോൾ യൂസിങ് വേരിയബിൾ വോൾട്ടേജ് സിസ്റ്റം. വേരിയബിൾ വോൾട്ടേജ് സിസ്റ്റം ആണെങ്കിൽ കൂടി ഉപയോഗിച്ചിട്ട് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉണ്ടാവുന്നത് ഏത് മോട്ടറാണെന്ന് ചോദിക്കുന്നത്. ഏതാണ്? ഡബിൾ കേജ് റോട്ടർ ഇൻഡക്ഷൻ മോട്ടറാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇലക്ട്രോണിക്സ് എന്ന് 50 മാർക്കിന് ചോദ്യമുണ്ട്. അതാണ് റാങ്ക് മേക്കിംഗ് എന്ന്. കാരണം ലിഫ്റ്റ് അധികം ആർക്കാരും പഠിക്കാൻ നിൽക്കത്തില്ല, ഒരു പുതിയ ടോപ്പിക്കാണ്. അതുകൊണ്ട് ഇലക്ട്രോണിക്സിൽ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ പഠിച്ചു പോവുക. ഓൾ ദി ബെസ്റ്റ്.